Hi guys, Assalamu alaikum. Welcome back to our channel FC Bros and Family. ജോർജിയയിൽ ഞങ്ങളുടെ ഇന്നത്തെ 5th ഡേ ആണ്. ഞങ്ങൾ ഇന്നൊരു ലോങ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളിന്ന് ബക്കുറിയാനി എന്ന് പറയുന്ന പ്ലേസ് വിസിറ്റ് ചെയ്യാനാണ് പോണത്. ടിബിലിസിന്ന് ബക്കുറിയാനിയിലേക്ക് അറൗണ്ട് ഒരു 2.5 മണിക്കൂറൊക്കെ യാത്രയുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് സമയമെടുത്തിട്ടാണ് അവിടെ എത്തിയത്. ഞങ്ങൾ പോയ ദിവസം ഒരു ഹെവി സ്നോഫോൾ ഉള്ള ഡേ ആയിരുന്നു. അതുകൊണ്ട് യാത്ര ഭയങ്കര റിസ്കിയുമായിരുന്നു. ഇവിടുത്തെ റോഡുകളിലൂടെയുള്ള യാത്രകളൊക്കെ ഒരു അടിപൊളി ഫീല് തരുന്നതായിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ബക്കുറിയാനി ജോർജിയയിലെ ഒരു മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. ജോർജിയയിലെ ഏറ്റവും പ്രശസ്തമായ സ്കീ റിസോർട്ടുകളിൽ ഒന്നാണ് ഈ ബക്കുറിയാനി. വർഷം മുഴുവൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ്. അവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ശൈത്യകാലമാണ്. നിങ്ങൾ ജോർജിയ പോണവരാണെങ്കിൽ ബക്കുറിയാനി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണേ. സ്നോയും സ്നോഫോളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ബക്കുറിയാനി. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബൊർജോമി എന്ന സ്ഥലത്തു നിന്നാണ് ബക്കുറിയാനിയിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയുണ്ട്, കുകുഷ്ക ട്രെയിൻ എന്ന് പറയണത്. ആ ട്രെയിനിലൂടെയുള്ള യാത്ര എന്നുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ബക്കുറിയാനി വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ ഈ ട്രെയിൻ യാത്ര ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയി, പക്ഷെ നമ്മൾ പോയ ഡേ ഒരു ഹെവി സ്നോഫോൾ ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രെയിൻ യാത്ര മിസ്സായിപ്പോയി. അങ്ങനെ ഫൈനലി നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ബക്കുറിയാനി എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മഞ്ഞുവീഴ്ചയുടെ ശക്തി കൊണ്ട് ഭയങ്കര തണുപ്പും കൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ എത്തിയതിന് ശേഷം ആദ്യം നമ്മൾ സ്കീ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവിടെ ചെന്നു. അവിടെ നിന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരാൾക്ക് ഒരു ട്രെയിനർ വെച്ചിട്ടാണ്. ട്രെയിനർക്കും പിന്നെ സ്കീ ചെയ്യാനുമായിട്ട് നമ്മൾ എമൗണ്ട് അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ട്രെയിനറുടെ കൂടെ സ്കീ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേബിൾ കാർ വഴി മുകളിലോട്ട് ചെന്നതിന് ശേഷം അവിടെ നിന്ന് താഴേക്കാണ് സ്കീ നമ്മൾ ചെയ്യണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ പോയി വന്നതിന് ശേഷമാണ് ജാഹറും ഫൈസിയും ചെയ്യാൻ വേണ്ടി പോയത്. അവർ ചെയ്തതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. തണുപ്പുള്ളതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഗ്ലൗസ് ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ട്രെയിനർ. ഞാനൊരു ലേഡി ട്രെയിനറെയാണ് ചൂസ് ചെയ്തത്. ബക്കുറിയാനിയിൽ സ്കീയിങ് മാത്രമല്ല കേട്ടോ, സ്നോ ബോർഡിങ്, ഐസ് സ്കേറ്റിംഗ്, സ്ലൈഡിങ്, സ്നോ മൊബൈലിംഗ്, പിന്നെ കുതിര സഫാരികൾ, കേബിൾ കാർ, അങ്ങനെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ കുറേ ഗെയിംസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അടങ്ങിയ ഒരു എൻ്റർടൈനിങ് സ്പോട്ട് കൂടിയാണ് ബക്കുറിയാനി. മൗണ്ടെയിൻ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെയാണ്. ബക്കുറിയാനിയിൽ 23 സ്കീ റൂട്ടുകളാണ് ഉള്ളത്. നമ്മൾ ഫെബ്രുവരി മാസത്തിലാണ് ബക്കുറിയാനി വിസിറ്റ് ചെയ്തത്. ആ സമയത്ത് നല്ല സ്നോ ഉള്ള ഒരു സമയമായിരുന്നു. നമ്മൾ ജോർജിയയിൽ വന്നിട്ട് 5 ദിവസമായി. പക്ഷെ ഇത്രയും ദിവസം പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ ബക്കുറിയാനിയിൽ ചെന്നപ്പോഴാണ് നമുക്ക് ഇത്ര ഹെവി ആയിട്ടുള്ളൊരു മഞ്ഞുമഴ കിട്ടിയത്. ഭയങ്കരമായിട്ട് മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ലോങ് ആയിട്ടുള്ള വ്യൂ ഒന്നും ശരിക്കും കാണാനും കൂടെ പറ്റണ്ടായിരുന്നില്ല. വീഡിയോസിനൊന്നും അതുകൊണ്ടാണ് ക്ലാരിറ്റി കിട്ടാത്തത്. നമുക്ക് വീഡിയോസൊന്നും മര്യാദയ്ക്ക് എടുക്കാനേ പറ്റണ്ടായിരുന്നില്ല.
അവിടെ ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഔട്ട്ഡോർ നമുക്ക് ഒരുപാട് സമയം നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. -ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. കുട്ടികൾക്കും അതേ നേരം ഔട്ട്ഡോറിൽ നിന്നിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അവിടെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ ഒരു കഫറ്റീരിയയിൽ കയറി. അവിടെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് സമയം ഇരുന്നു. നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ചൊരു സമാധാനമായത്. കുറേ സമയം സ്നോയിലൊക്കെ കളിച്ച് വന്നാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഇത് അവിടുത്തെ ജോർജിയയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. കച്ചാപ്പൂരി എന്ന് പറയും. ബ്രെഡിൽ ചീസ് ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഏകദേശം ഒരു ഈവനിങ് ടൈം ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തുടങ്ങി. റോഡിൽ ഫുള്ള് മഞ്ഞായതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ യാത്ര ഭയങ്കര റിസ്കി ആയിരിക്കും എന്ന് ഡ്രൈവർ പറഞ്ഞായിരുന്നു. നമ്മൾ നേരത്തെ ഇറങ്ങി, പക്ഷെ നമ്മൾ രാത്രി തന്നെയാണ് റോഡുകളിലൂടെ ഉണ്ടായ യാത്ര ഉണ്ടായത്. ഭയങ്കര റിസ്കി ആയിരുന്നു. നമുക്ക് സ്നോ വന്നിങ്ങനെ അടിച്ചിട്ട് ഒട്ടും വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്രൈവർ അവിടുത്തെ ഒരു ലോക്കൽ ആളായതുകൊണ്ട് അയാൾക്ക് റോഡുകളും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയത്. ശരിക്കും ഒരു റിസ്കി ഡ്രൈവ് ഡേ ആയിരുന്നു അന്നത്തത്. പോകുന്ന വഴി നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ സേഫായിട്ട് റൂമിലെത്തി. കുറച്ച് പേടിച്ചിട്ടാണ് കാറിലിരുന്നത്. കാരണം ആ രാത്രിയിൽ ആ സ്നോഫോളിൻ്റെ ആ ഒരു ശക്തി കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി. പക്ഷേ അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ റൂമിലെത്തി. ശരിക്കും ടയേർഡായിരുന്നു എല്ലാവരും. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ടിങ് FC Bros and family. Thank you. Thanks for watching.